ഒരു കപ്പോ 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് എടുത്ത് വെച്ച റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. കരിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതായിരുന്നു. ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായി ഒന്ന് ഉടച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്താൽ മതി. ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് കുറച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിനി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പം നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മാവ് 6 ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അല്പം എണ്ണ കൈ തടവിയിട്ട് നമുക്കിത് ഓരോരോ ബോൾസും എടുത്ത് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട ഇതിലേക്ക് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരോ ബോൾസും ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായി കുറച്ച് ബ്രെഡ് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാം നമുക്ക്. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് പൊരിച്ചെടുക്കേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പോരാത്തത് ഇത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറായി വരുന്ന സമയം വരെ നമുക്കൊന്ന് പൊരിച്ചെടുത്താൽ മതി. നമുക്ക്
ബാക്കിയും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.